ഹര നമ പാർവതീപതയെ ഹര ഹര മഹാദേവ ശംഭോ. ഓം നമ ശിവായ. ഓം ശക്തി ഓം. എല്ലാ പ്രിയ ഭക്തർക്കും ഗുരുവായൂർ തിരുനടയിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവനെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമവും ഏറ്റവും ശക്തിയുള്ളതുമായ മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് പ്രദോഷവ്രതമാണ്. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു പോയ പാപങ്ങളെ ഇല്ലാതാക്കാനും ജീവിതത്തിലെ കൊടിയ ദുരിതങ്ങൾ നീക്കി ഐശ്വര്യം നൽകാനും പ്രദോഷവ്രതത്തോളം മഹിമയുള്ള മറ്റൊരു വ്രതമില്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ്. എന്താണ് പ്രദോഷം? ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? ശരിയായ രീതിയിൽ എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്? ഓരോ ദിവസത്തെ പ്രദോഷത്തിനും ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ എന്താണ് പ്രദോഷം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. പ്ര എന്നാൽ ഇല്ലാതാക്കുക എന്നും ദോഷം എന്നാൽ പാപങ്ങൾ എന്നുമാണ് അർത്ഥം. അതായത് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്ന പുണ്യസമയം എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ മാസവും 2 പ്രദോഷ ദിവസങ്ങൾ വരാറുണ്ട്. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ത്രയോദശി ദിവസങ്ങളിലാണ് പ്രദോഷം ആചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപും പിൻപുമുള്ള സമയത്താണ് പ്രദോഷ സന്ധ്യ എന്ന് വിളിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ മുൻപും 1.5 മണിക്കൂർ ശേഷവുമുള്ള 3 മണിക്കൂർ സമയമാണ് പ്രദോഷകാലം. ഈ സമയത്ത് കൈലാസനാഥനായ പരമശിവൻ ആനന്ദതാണ്ഡവം ആടുകയും സർവചരാചരങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇനി പ്രദോഷവ്രതത്തിന് പിന്നിലെ വളരെ രസകരവും ഭക്തിസാന്ദ്രവുമായ ആ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പുരാണത്തിലെ പ്രസിദ്ധമായ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടയാൻ തീരുമാനിച്ചു. മന്ദരപർവ്വതത്തെ മത്തായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ചാണ് അവർ സമുദ്രം കടഞ്ഞത്. എന്നാൽ അമൃത് ലഭിക്കുന്നതിന് മുൻപ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ശേഷിയുള്ള കാളകൂടം വിഷം ആണ് പുറത്തു വന്നത്. ആ വിഷത്തിന്റെ ചൂടേറ്റ് ലോകം വെന്തുരുകാൻ തുടങ്ങി. ഭയന്നുപോയ ദേവന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി കൈലാസത്തിൽ അഭയം പ്രാപിച്ചു. അഭയം ചോദിച്ചെത്തിയവരെ രക്ഷിക്കാൻ കരുണാമയനായ പരമശിവൻ ആ വിഷം എടുത്തു കുടിച്ചു. ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ വിഷം വിഴുങ്ങുന്നത് കണ്ട് ഭയന്ന പാർവതി ദേവി ആ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഒന്നും സംഭവിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. അങ്ങനെ വിഷം ഖണ്ഡത്തിൽ അഥവാ കഴുത്തിൽ തങ്ങി നിന്ന് ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി. അങ്ങനെയാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. അങ്ങനെ വിഷബാധയിൽ നിന്ന് ലോകം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയത്ത് നന്ദിയുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് ഭഗവാൻ ശിവൻ ആനന്ദ നൃത്തം ചെയ്തു. ദേവന്മാരും ഋഷിവര്യന്മാരും ഭഗവാനെ സ്തുതിച്ചു. ഈ സമയമാണ് പ്രദോഷകാലമായി നാം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദോഷ സമയത്ത് നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ ശിവലിംഗത്തെ ദർശിക്കുന്നത് അതീവ പുണ്യകരമാണ് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രദോഷം ഏത് ദിവസമാണ് വരുന്നത് എന്നനുസരിച്ച് അതിന്റെ ഫലങ്ങളും മാറ്റങ്ങളും വരുന്നുണ്ട്. തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തെ സോമപ്രദോഷം എന്ന് വിളിക്കുന്നു. നല്ല ആരോഗ്യം ലഭിക്കാനും മനസമാധാനത്തിനും ആഗ്രഹ സാഫല്യത്തിനും സോമപ്രദോഷവ്രതം ഉത്തമമാണ്. ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമാണ് ഭൗമപ്രദോഷം. സാമ്പത്തിക ബാധ്യതകൾ അതായത് കടങ്ങൾ തീരുവാനും മാറാത്ത രോഗങ്ങൾ മാറുവാനും ഇത് വളരെ നല്ലതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശനിയാഴ്ച വരുന്ന പ്രദോഷം. മഹാപ്രദോഷം എന്നും ഇതറിയപ്പെടുന്നു. ശനിദോഷങ്ങൾ, കണ്ടകശനി, ഏഴര ശനി എന്നിവയെ ബുദ്ധിമുട്ടുന്നവർ ശനി പ്രദോഷവ്രതം എടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. തലമുറകളായി തുടർന്നു വരുന്ന പാപങ്ങൾ നീങ്ങാൻ ഇത് സഹായിക്കും. ഇനി എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വ്രത ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാവുക. വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഭസ്മം തൊടുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം പൂർണ്ണമായും ഉപവസിക്കുന്നതാണ്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരിക്കൽ വ്രതം എടുക്കാം. അതായത് അരി ആഹാരം ഒഴിവാക്കി പഴങ്ങളോ പാലോ മലരോ കഴിക്കാം. കരിക്കൻ വെള്ളവും കുടിക്കാവുന്നതാണ്. പകൽ സമയം ഉറങ്ങാൻ പാടുള്ളതല്ല.
ശിവപുരാണം വായിക്കുന്നതോ ശിവനാമങ്ങൾ ജപിക്കുന്നതോ നല്ലതാണ്. തുടർന്ന് പ്രദോഷ ദിവസത്തെ ഏറ്റവും പ്രധാന ചടങ്ങായ സന്ധ്യാസമയത്തുള്ള ക്ഷേത്ര ദർശനത്തിനായി തയ്യാറെടുക്കണം. വൈകുന്നേരം കുളിച്ച് 4:30-നും 6:00-നും ഇടയിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തുക. പ്രദോഷ സമയത്ത് ശിവന് കൂവളത്തില സമർപ്പിക്കുന്നത് കോടിപുണ്യമാണ്. അതുപോലെ ജലധാര അല്ലെങ്കിൽ ക്ഷീരധാര എന്നിവയും നടത്താം. ക്ഷേത്രത്തിൽ നന്ദിയുടെ വാലിൽ തൊഴുത് നന്ദിയുടെ 2 കൊമ്പുകൾക്കിടയിലൂടെ ശിവലിംഗത്തെ നോക്കി പ്രാർത്ഥിക്കണം. ഒടുവിൽ ക്ഷേത്രത്തിലെ ദീപാരാധന കണ്ട ശേഷം തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ചിലർ പിറ്റേന്ന് രാവിലെ തീർത്ഥം കുടിച്ചാണ് വ്രതം പൂർത്തിയാക്കാറുള്ളത്. അതും ചെയ്യാവുന്നതാണ്. തുടർച്ചയായി 1 വർഷം മുടങ്ങാതെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉണ്ടാകില്ലെന്നും അകാല മൃത്യുഭയം നീങ്ങുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ശിവപുരാണത്തിൽ പറയുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ അല്പസമയം മനസ്സ് ശാന്തമാക്കി ഈശ്വരനിലേക്ക് അടുക്കുവാൻ പ്രദോഷവ്രതം നമ്മളെ സഹായിക്കും. വരുന്ന പ്രദോഷ ദിവസം തന്നെ വ്രതം തുടങ്ങാൻ എല്ലാവരും ശ്രമിക്കുക. ഈ വരുന്ന ഡിസംബർ 2-നാണ് അടുത്ത പ്രദോഷം വരുന്നത്. ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യുക. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഓം നമ ശിവായ. മാത്രമല്ല, ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.